കേട്ടത് ശരിയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ കൊച്ചിയിലൊരു പൊതുവേദിയിൽ വരുന്നതും പങ്കെടുക്കുന്നതും. ഓർത്തൂസ് എന്ന ലാറ്റിൻ പദത്തിന് ഉദ്യാനം എന്നാണ് അർത്ഥം. ഓർത്തൂസ് മലബാറിക്കൂസ് എന്നൊരു പുസ്തകത്തിൻ്റെ പേരാണ് ഇതിന് ആധാരമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറഞ്ഞാൽ മലബാറിൻ്റെ ഉദ്യാനം എന്നാണ്. മലബാറിൻ്റെ ഉദ്യാനമാണ് ഇവിടെ മനോരമ ഒരുക്കിയിരിക്കുന്നത്. വളരെ സന്തോഷം. നമ്മുടെ ഉദ്യാനം എന്ന് പറയുമ്പോൾ ഏത് ഉദ്യാനത്തിനും ഒരുപാട് തരം പൂക്കളും ഒരുപാട് തരം ചെടികളുമുണ്ട്. കേരളം ഒരുപാട് പൂക്കളും ഒരുപാട് വിവിധ തരം ചെടികളും ഒക്കെയുള്ള ഒരു ഉദ്യാനം തന്നെയാണ്. ഒരുപാട് പൂക്കളിൽ നിന്ന് ഒരുപാട് തേൻ കുടിക്കുന്ന ഒരുപാട് ശലഭങ്ങളും ഒരുപാട് വണ്ടുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ വരുന്നവരുണ്ട്. നല്ല ഉദാഹരണം തന്നെയാണ്. കേരളത്തെ ഉദാഹരിക്കാൻ ഇങ്ങനൊരു വാക്കില്ല. വേറെ ഒരുപാട് അർത്ഥങ്ങൾ വേണമെങ്കിൽ നമുക്കതിൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. കാരണം ഒരു പരാതിയും പരിഭവമില്ലാതെ ഒരേപോലെ ഒരേ വളം ഒരേ ജലം ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ് എല്ലാ ചെടികളും. അതുപോലെ നമ്മുടെ മനുഷ്യരും, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരും അതുപോലെ ഈ കേരളം എന്ന ഉദ്യാനത്തിൽ തഴച്ചു വളർന്നു വരുന്ന പൂക്കളാണ്, ചെടികളാണ്. പരാതികളും പരിഭവങ്ങളും എന്നല്ല, പരസ്പര സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പല വർണ്ണങ്ങളിൽ ഉള്ള പൂക്കളാണ്. അത് എനിക്ക് അനുഭവവേദ്യമായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇടക്കാലം ഒരു ശാരീരിക അസ്വാസ്ഥ്യത്തിൻ്റെ പേരിൽ അവധിയെടുത്തപ്പോൾ അല്ലെങ്കിൽ വിശ്രമത്തിലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. നമ്മുടെ എല്ലാ ദുരിതങ്ങളിലും എല്ലാ ആപത്തുകളിലും നമ്മളെ തന്നെ നമ്മൾ ആശ്രയിക്കുന്നതാണ് നമ്മളിതുവരെ കണ്ടിട്ടുള്ളത്. നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ, അതായത് നമ്മുടെ സാമൂഹ്യ മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ സ്നേഹവും പരസ്പര വിശ്വാസവുമാണ്. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, നമ്മൾ ലോകത്തിന് മുമ്പിൽ തെളിയിച്ചിട്ടുള്ളതുമാണ്. ആ അനുഭവം തന്നെയാണ് എനിക്കുമുണ്ടായത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത, എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു മെഴുകുതിരി കത്തിക്കാത്ത, ഒരു വഴിപാട് കഴിക്കാത്ത, ഒരു സമയം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മലയാളികളില്ല എങ്ങും. അതെനിക്ക് പരിപൂർണ ബോധ്യമാണ്. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ. എന്നെപ്പറ്റി ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഞാൻ തലക്കനമുള്ളവനാണ്, ഞാൻ അഹങ്കാരിയാണ്, ഗർവുള്ളവനാണ്, ക്ഷിപ്രകോപിയാണെന്നൊക്കെ ഈ പറഞ്ഞവരൊക്കെ കൂടിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ വളരെ സന്തോഷമുള്ള ഒരവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ മുമ്പിൽ മലയാള സിനിമാ സാഹിത്യത്തിൽ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാർ നിരന്നിരിപ്പുണ്ട്. ടി.ഡി. രാമകൃഷ്ണൻ മുതൽ ഇങ്ങേറ്റത്തിരിക്കുന്ന പ്രഗത്ഭരായ മാഷ് ഉൾപ്പെടെ, അച്യുതാനന്ദ മാഷ് ഉൾപ്പെടെ എല്ലാവരും, എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും, ഞാൻ വായിച്ചിട്ടുള്ളവരും വായിക്കാത്തവരും ഒക്കെ ഒത്തിരി ആളുകൾ ഇവിടെയുണ്ട്. ഈ വേദിയിലുമുണ്ട്. എൻ എസ് മാധവൻ എൻ്റെ കൂടെ മഹാരാജാസിൽ എനിക്ക് മുന്നേ പഠിച്ചു പോയ ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയാണ്. ലണ്ടൻ മത്തിനിയിലെ ലുത്തിനികൾ എന്ന നോവൽ വായിക്കുമ്പോൾ ഷൺമുഖൻ റോഡിലെ ഇപ്പം അതില്ല, അരമതിലിൽ ഇരുന്ന കൂട്ടത്തിൽ ഞാൻ ആ നോവൽ വായിച്ചപ്പോൾ ഞാനും ആ കഥാപാത്രമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ അരമതിലിരുന്ന കൂട്ടത്തിൽ ഒരാൾ ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഞാനും എൻ്റെ സുഹൃത്തുക്കളുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രത്തോളം എന്നെ സ്വാധീനിച്ച ഒരു എറണാകുളം ബേസ്ഡ് കഥയില്ല. ഒരുപക്ഷെ അത് അർഹിക്കുന്ന തരത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം പോലെ എറണാകുളത്തിൻ്റെ ഇതിഹാസം വേണമെങ്കിൽ ലണ്ടൻ മത്തനിയെ ഉപമിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊക്കെ വായിച്ചിരിക്കാവുന്നതാണ്. നമ്മൾ എറണാകുളത്തുകാരായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എറണാകുളത്ത് ഭാഷ സംസാരിക്കുന്ന ഒരു നോവലാണ്. ഞാൻ അദ്ദേഹം വേദിയിലിരിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ബാക്കിയുള്ളവരൊക്കെ പ്രഗത്ഭർ തന്നെയാണ്. മനോരമ ആരംഭിച്ചിരിക്കുന്ന ഈ രണ്ടാം പ്രാവശ്യം, ഇതിൻ്റെ സെക്കൻഡ്
രണ്ടാമത് പ്രാവശ്യം വീണ്ടും ഹോർത്തൂസ് നടത്തുന്നത് വലിയൊരു ചരിത്രമാകാൻ പോകുന്ന സംഭവമാണ്. മന്ത്രിയൊക്കെ വേദിയിലിരിക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ സാഹിത്യോത്സവങ്ങൾ ഗവൺമെൻറ് തലത്തിലും നടത്താവുന്നതേ ഉള്ളൂ. എൻ്റെ മഹാരാജാസ് കാലത്ത് അന്ന് മഹാരാജ് പറഞ്ഞ് എന്തിനാ പോകുന്നത്? സാഹിത്യ സഹകരണ സംഘമാണ് അന്ന് സാഹിത്യോത്സവം നടത്തിയിരുന്നത്. ഞാനന്നിവിടെ ഒരു വോളണ്ടിയർ ബാഡ്ജിന് വേണ്ടി ശ്രമിച്ചൊരു വോളണ്ടിയർ കിട്ടിയിട്ടുണ്ട്. 3 ദിവസമാണ് സമ്മേളനം. 3 ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കിട്ടും, നല്ല നല്ല പ്രസംഗങ്ങളും കേൾക്കാം. അത് ഇനിയും ആവർത്തിക്കാവുന്നതുള്ളൂ. നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന പോലെ പല സാഹിത്യകാരന്മാരുടെ പേരുകൾ പറയുമ്പോഴോ സാഹിത്യ കൃതികളുടെ പേര് പറയുമ്പോഴോ ഈ തലമുറ മനസ്സിലാകാതെ പോകുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ. അവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനും എഴുത്തിനെയും വായനയെയും കൂടെ പ്രോത്സാഹിപ്പിക്കാനും ഇത് ഉതകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഹിത്യോത്സവങ്ങൾ മാത്രമല്ല, നാടകോത്സവം നടത്താം, അങ്ങനെ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവങ്ങൾ ഈ ഗവൺമെൻറ് ഒന്ന് മുൻകൈയെടുത്ത് നടത്തിയാൽ തിരക്കേടില്ല എന്നൊരു എനിക്കൊരു അഭിപ്രായമുണ്ട്. ഏതായാലും മന്ത്രിയൊക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ മഹാരാജാസ് കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് മഹാരാജാസ് കോളേജിൽ എന്നെ നടനാക്കാൻ അങ്ങനെ മഹാരാജാസ് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉൾപ്പുളകം മഹാരാജാസിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുമെന്ന് എനിക്ക്. മഹാരാജാസ് കോളേജ് ഒരു കോളേജല്ല, അതൊരു വികാരമാണ്. ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വരുന്ന കാലത്ത് പഠിച്ച കാലം നിങ്ങൾ കേട്ട് കാണും. എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു. എനിക്കെൻ്റെ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയതുകൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓമറെ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എന്തോ ഒരു സമയത്ത് ഞാൻ കൂട്ടുകാരുമായി നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് താഴെ വീണു. അതൊരുത്തൻ എടുത്ത് നോക്കിയിട്ടിടാ നിൻ്റെ പേര് ഓമർ എന്നല്ല മമ്മൂട്ടി എന്നല്ലേ എന്ന് ചോദിച്ചു. അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ഇപ്പോൾ നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്നറിയപ്പെടാൻ. പക്ഷേ പലരും ചോദിച്ചു ആരാണ് ആ മമ്മൂട്ടി എന്ന് പേരിട്ട ആളെന്ന്. പലരും സ്വമേധയാ മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി ദാണ്ട് അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ പുള്ളിയെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ്. എടവനക്കാടാണ് വീട്. അല്ല, വേറൊന്നും കൊണ്ടല്ല, ഈ പല ആളുകളും ഈ പേര് ഞെട്ട ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് എടവനക്കാടുള്ള ശശിധരനാണ് എനിക്ക് ആ പേരിട്ട്. ഇങ്ങനെ 4 പേര് കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതേതായാലും ഈ ഹോർത്തൂസിൻ്റെ ഈ വേദിയിൽ തന്നെ ആയതിൽ വളരെയേറെ സന്തോഷവും. ഇത് ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. മഹാരാജന് എൻ്റെ കൂടെ പഠിച്ചവർ എനിക്ക് മുന്നും പിന്നും പഠിച്ചവരുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരെന്ന് പറയുന്നവർ വേണമെങ്കിൽ 10,000-10,000 പേരുണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, 3 കൊല്ലം മഹാരാജാസ് കോളേജിലും പിന്നെ 3 കൊല്ലം ലോ കോളേജിലും ഞാൻ പഠിച്ചതാണ്. ആ 6 കൊല്ലം ഞാൻ മഹാരാജാസ് തന്നെയായിരുന്നു. കാരണം അവിടെയാണ് കൂടുതൽ വർണ്ണമങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് അട്രാക്റ്റഡ് ആയത്. ഈ 3 കൊല്ലത്തിൽ പഠിച്ച ഇത്രയും കുട്ടികൾ മഹാരാജാസിലും ലോ കോളേജും കൂടെ ഞാൻ പറഞ്ഞ ഈ കണക്ക് വരും. അവരെല്ലാവരും എന്നെ അറിയാവുന്ന അത്രയും കോമാളിത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ വരാനും. ഒട്ടും സാഹിത്യ ചരിത്രമോ പാരമ്പര്യമോ ഒന്നുമില്ലാത്ത